തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നടിയാണ് നയൻതാര. ലേഡി സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്ന നയൻതാരയ്ക്ക് കൈ നിറയെ അവസരങ്ങളാണിന്ന്. നായികാ പ്രാധാന്യമുള്ള സിനിമകളാണ് നയൻതാര ഇന്ന് കൂടുതലും ചെയ്യുന്നത്. നടിക്ക് തിരക്കഥകൾ എഴുതാനും സിനിമ നിർമ്മിക്കാനും ഇന്ന് ഫിലിം മേക്കേഴ്സും നിർമ്മാതാക്കളും തയ്യാറാണ്. നയൻതാരയുടെ ബോക്സ് ഓഫീസ് മൂല്യവും ജനപ്രീതിയുമാണ് ഇതിന് കാരണം. 2003 മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെയാണ് നയൻതാര സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. സിനിമ മികച്ച വിജയം നേടിയെങ്കിലും മലയാളത്തിലേക്കല്ല നടി കൂടുതൽ ശ്രദ്ധ നൽകിയത്. കരിയർ തുടങ്ങി അധികം വൈകാതെ നടി തമിഴ് സിനിമാ ലോകത്തേക്ക് ചുവടുമാറ്റി. നയൻതാര ഇന്നത്തെ താരമാക്കി മാറ്റിയത് തമിഴകമാണ്. മലയാളത്തിലും തമിഴിലും എല്ലാം നയൻതാര ഇടയ്ക്ക് സിനിമകൾ ചെയ്യാറുണ്ടെങ്കിലും തമിഴിലാണ് താരം സജീവം. 2005 പുറത്തിറങ്ങിയ അയ്യ എന്ന സിനിമയിലൂടെയാണ് നയൻതാര തമിഴകത്ത് തുടക്കം കുറിക്കുന്നത്. ഹരി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശരത് കുമാറാണ് നായകനായെത്തിയത്. അയ്യയിൽ അഭിനയിക്കുന്ന കാലത്തെ നയൻതാരയെക്കുറിച്ച് സംസാരിക്കുകയാണ് ശരത് കുമാർ. അയ്യയിൽ കണ്ട നയൻതാര ഇന്ന് ലേഡി സൂപ്പർ സ്റ്റാർ ആയതിൽ അഭിമാനമുണ്ട്. നമ്മുടെ കൂടെ തുടക്കം കുറിച്ചവർ വിജയം കൈവരിച്ചു എന്നതിലും അഭിമാനമുണ്ട്. അയ്യയുടെ ഷൂട്ടിന് നയൻതാര വന്ന ആദ്യ ദിവസം മറക്കാൻ പറ്റില്ല. ആദ്യ ദിവസം ലൊക്കേഷനിലേക്ക് വന്നു. ഗ്രാമീണ പെൺകുട്ടിയാണ് സിനിമയിൽ. നയൻതാര വന്നിരിക്കുന്നത് മോഡേൺ ഡ്രസ്സിലാണ്. സംവിധായകൻ ഹരി ഇത് കണ്ട് ദേഷ്യപ്പെട്ടു. റൂമിലേക്ക് പോകൂ, ഞാൻ എങ്ങനെയാണ് നിന്നെ സങ്കല്പിച്ചത്, എന്നിട്ട് മോഡേൺ ഡ്രസ്സിൽ വന്നിരിക്കുന്നു, കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ നയൻതാര ഒരുപാട് ട്രാൻസ്ഫോം ചെയ്തു. ഒരുപാട് അഭിനയിക്കേണ്ട സ്ത്രീയാണ് നയൻതാര എന്നും ശരത് കുമാർ അഭിപ്രായപ്പെട്ടു. ഒരു അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. നടി നമിതയ്ക്കൊപ്പമുള്ള അനുഭവങ്ങളും ശരത് കുമാർ പങ്കുവച്ചു. നമിത എന്റെ നല്ല സുഹൃത്താണ്. വിവാഹത്തിന് ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടില്ല, എന്നാൽ എന്നെയും രാധികയെയും വിളിച്ചിരുന്നു. വിവാഹവേദിയിൽ വെച്ച് നമിത തന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയെന്നും ശരത് കുമാർ ഓർത്തു. തന്നോടൊപ്പം ഒന്നിലേറെ സിനിമകളിൽ അഭിനയിച്ച കനകയെക്കുറിച്ചും ശരത് കുമാർ സംസാരിച്ചു. സിനിമാ ലോകവുമായുള്ള ബന്ധം അവർക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഇമോഷണൽ പ്രശ്നങ്ങൾ കൊണ്ടാകാം. കനക അതിൽ നിന്നും പുറത്തു കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശരത് കുമാർ വ്യക്തമാക്കി. ശരത് കുമാറിനൊപ്പം 3 സിനിമകളിൽ കനക അഭിനയിച്ചിട്ടുണ്ട്. സിംഹരാശി, ചാമുണ്ടി, സീത എന്നിവയാണ് ഈ സിനിമകൾ. വർഷങ്ങളായി സിനിമാ രംഗത്തു നിന്നും മാറി നിൽക്കുകയാണ് കനക. അമ്മയുടെ മരണശേഷമാണ് നടി സിനിമാ ലോകത്തു നിന്നും അകന്നത്. അടുത്തിടെ കനകയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിരുന്നു.